പെട്ടെന്ന് ഇങ്ങനെയൊക്കെ മാറേണ്ടി വന്നു. തെറ്റ് പറ്റിപ്പോയി. ഏത് മനുഷ്യർക്കും തെറ്റ് പറ്റാറില്ലേ? ഞാന് ആരാണെന്ന് മാഡത്തിന് ശരിക്കും മനസ്സിലാവാഞ്ഞിട്ടാണ്. രാധമ്മ ഇരിക്കെ. വേണ്ട, ഇരിക്കെ രാധമ്മ. വന്നേ, ഇരിക്കേ. ഇത് ഋതിക, എന്റെ മകന്റെ ഭാര്യയാണ്. ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. ആ, രാധമ്മയ്ക്ക് കുടിക്കാൻ എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട, എന്റെ വീട് തിരിച്ചു കിട്ടിയാൽ മതി. രാധമ്മ വിഷമിക്കാതെ. ഞാനില്ലേ, ഞാനും രാധമ്മയുടെ ഒരു മോളല്ലേ. കളക്ടർ നീതി പാലിക്കുക. കളക്ടർ നീതി പാലിക്കുക. ഋതിക പറയൂ, എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. പറയാം. രാജുവിന്റെ സിസ്റ്റർ ശ്രീലക്ഷ്മിയുടെ വളകാപ്പ് മുതലാ ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത്. അപ്പോ അതിനവര് 15 ലക്ഷം വാങ്ങിച്ചു അല്ലേ? വാങ്ങി. എന്നിട്ട് ഞങ്ങളുടെ വീടേ ഞങ്ങൾ അങ്ങ് വിറ്റു. ഈ ഭാസ്കറിന് വിറ്റു. പിന്നീട് ഞങ്ങള് ലോഡ്ജിൽ താമസിച്ചു. അതിനുശേഷം ഭാസ്കരൻ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് രജിസ്റ്റർ ചെയ്ത് തന്നതാ ആ വീടും പറമ്പും. രാധമ്മയ്ക്ക് ഒരു ടെൻഷനും വേണ്ട. ഞാനും രാധമ്മയുടെ ഒരു മകള് തന്നെയാ. ഋതിക വളരെ ഭാഗ്യവതിയാ. സ്നേഹത്തിന്റെ വറ്റാത്തൊരു പുഴയാ ഈ ഇരിക്കുന്ന രാധമ്മ. മോനെ രാജു, ഇതൊരു കാലത്ത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്ന ശാരദയുടെ മോളാ. രാധമ്മയും എനിക്കൊരമ്മ തന്നെയാ. വസ്തുതകൾ മനസ്സിലാക്കാതെ തെറ്റിദ്ധരിച്ചതിന് സോറി. സാരില്ല മാഡം. ആ ഫയലിംഗ് തരൂ. ഇവിടം കൊണ്ടിത് തീർന്നില്ലെങ്കിലേ ഞാൻ ദുബായിൽ നിന്ന് മുഹമ്മദ് അൽ മൻസൂരി എങ്ങ് വിളിപ്പിക്കും. മൂപ്പർ ഉടനെ ഇങ്ങ് വരും. ഈ വസൂരിയും കൊളറൊക്കെ ആരാ? പിന്നെ ഗൾഫില് കളക്ടറും കോടതിയും ഒന്നും ഇല്ല കേട്ടോ. പിന്നെ തെറ്റ് ചെയ്യുന്നവരെ പിടിച്ചോണ്ട് വന്ന് മണലാരണ്യത്തിൽ നിർത്തും. ചിലരെ കത്തി എറിഞ്ഞു കൊല്ലും, പിന്നെ ചിലരെ വെടിവെച്ച് കൊല്ലും, ചിലരെ അവിടെ ആ മണ്ണിലേക്ക് മുഖം പൂഴ്ത്തി കൊല്ലും. അങ്ങനെ അവിടുത്തെ നിലപാട്. പിന്നെ പെട്ടെന്ന് ആർക്കെങ്കിലും ചാകണമെങ്കിൽ ഇങ്ങനെ ഒന്ന് കണ്ണിറുക്കി കാണിച്ചാൽ മതി. ഉടനെ തന്നെ CCTV പിടിക്കും. അപ്പൊ തന്നെ പോലീസും വരും. ഇനി ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. അമ്മയും കൂട്ടി ഞാൻ അടുത്ത ദിവസം രാധമ്മയുടെ വീട്ടിലേക്ക് വരാം. രാധമ്മ ഇപ്പൊ പൊയ്ക്കോ. രാധമ്മേ,
ഒരു മിനിറ്റ്. ദാ. പോ. ആ അനന്തം പിള്ളയോട് ഇങ്ങോട്ട് വരാൻ പറയൂ. ഇങ്ങോട്ട് സ്ഥലം മാറി വന്നപ്പോ ജോലിഭാരം ഇത്തിരി കൂടിയല്ലയോ? ഞാൻ പറഞ്ഞതനുസരിച്ച് ആ രുക്മിണിയുടെ കൂടെ നിന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ മാഡം. പാരിതോഷ്യം എന്താണെന്ന് ചോദിച്ചാൽ മതി. മനസ്സിൽ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നോ അതിന്റെ ഡബിൾ ഈ അനന്തപിള്ള തരും. അതെനിക്കറിയാം. അതൊക്കെ ഇത്തിരി വൈകിയ അറിഞ്ഞതെന്ന് മാത്രം. ഞാൻ അങ്ങനെയാ. ഉപകാരം ചെയ്യുന്നവർക്ക് പ്രത്യുപകാരം ചെയ്യുന്ന കാര്യത്തില് എനിക്ക് യാതൊരു മടിയുമില്ല. ഒരു ലോഭവുമില്ലാതെ അങ്ങ് വാരിക്കോരി കൊടുക്കും. അങ്ങ് എന്റെ ഏത് ബന്ധുവാണെന്നാ പറഞ്ഞേ? അയ്യോ, അതങ്ങ് മറന്നുപോയോ? ഞാന് മാഡത്തിന്റെ ഫാദർ ഇൻ ലോയുടെ റിലേറ്റീവ് ആയിട്ടുള്ള അളിയന്റെ. എഴുന്നേക്കടോ അവിടുന്ന്. മാഡം എഴുന്നേക്കടോ. അല്ല മാഡം, എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ? പെട്ടെന്ന് ഇങ്ങനെയൊക്കെ മാറേണ്ടി വന്നു. തെറ്റ് പറ്റിപ്പോയി. ഏത് മനുഷ്യർക്കും തെറ്റ് പറ്റാറില്ലേ? ഞാന് ആരാണെന്ന് മാഡത്തിന് ശരിക്കും മനസ്സിലാവാഞ്ഞിട്ടാണ്. താൻ ആരാണെന്നും തന്റെ കയ്യിലിരിപ്പ് എന്താണെന്നും തന്റെ പ്രവർത്തന മേഖല എവിടെയൊക്കെ കേന്ദ്രീകരിച്ചാണെന്നും എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ചിലരെ പഠിക്കാൻ ചിലപ്പോ ഇത്തിരി സമയമെടുത്തോന്ന് വരും. ഈ നാടിന്റെ ഭരണചക്രം തിരിക്കുന്ന മുഖ്യ സാരഥികളിൽ ഒരാളാ ഞാൻ. ഈ IAS-കാരനും IPS-കാരനും വീട്ടിലിരിക്കണോ അതോ ഭരണത്തിൽ ഇറങ്ങണോന്നൊക്കെ തീരുമാനിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആളാ ഈ അനന്തംപിള്ള.